ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഈ സെഷനിലെ സബ്ജക്റ്റ് ഇതാണ്: അസിറിയ എന്ന രാജ്യം മടങ്ങി വരുന്നു. ഇത് ബൈബിളിലെ ഒരു പ്രവചനമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഇതിനു മുൻപുള്ള ക്ലാസ്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അസിറിയയെ കുറിച്ച് ഞാൻ വളരെ അനേകം സ്ഥലത്ത് പറയുന്നുണ്ട്. എതിർ ക്രിസ്തു വരുന്ന സ്ഥലം അസിറിയ എന്ന രാജ്യമാണ് എന്നാണ് ഞാൻ ഇതിൽ പറയുന്നത്. നമ്മൾ പൊതുവെ എതിർ ക്രിസ്തുവിന്റെ സ്ഥലം റോമൻ സാമ്രാജ്യമാണ് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ പൊതുവെ കണക്ട് ചെയ്യാനുള്ള 3 കാരണങ്ങൾ. ഒന്നിതാണ്, വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ പറയുന്ന 7 മലകളാൽ ചുറ്റപ്പെട്ട പട്ടണം എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പോൾ അത് റോമാണ്, 7 മലകളാൽ ചുറ്റപ്പെട്ട പട്ടണം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ പറയുന്ന വരുവാനുള്ള പ്രഭു. അപ്പോൾ വരുവാനുള്ള പ്രഭു അത് ടൈറ്റസ് ആയിരുന്നു. ടൈറ്റസ് വന്ന് യെരുശലേം ദേവാലയം ചുട്ടുകരിച്ചു. അപ്പോൾ ടൈറ്റസ് വന്ന സ്ഥലത്ത് നിന്നാണ് എതിർ ക്രിസ്തു വരുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നെബൂഖദ്നേസർ രാജാവിന് കാണിച്ചു കൊടുത്ത സ്വപ്നത്തിലെ അവസാനമായി വരുന്ന ആ രാജാവ്. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് ഇസ്രായേൽ ഭരിച്ചു. അപ്പോൾ അതിനുശേഷം വരുന്ന രാജാവ് അത് വീണ്ടും റോം തന്നെയാണ് എന്നാണ് നമ്മൾ പൊതുവെ നമ്മൾ വിശ്വസിക്കുന്നത്. ഈ 3 വചനങ്ങൾ കൊണ്ടാണ് റോമൻ ആന്റിക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ തിയോളജി ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ഞാൻ എന്തുകൊണ്ട് അസിറിയ എന്ന സ്ഥലത്ത് നിന്നാണ് എതിർ ക്രിസ്തു വരുന്നത് എന്ന് പറയുന്നതിന് മുൻപ് അസിറിയ ഏത് ഭാഗമാണ് അസിറിയ എന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഫോട്ടോ. ഇതാണ് ഇന്നത്തെ ജെറുസലേം അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഇതാണ്. അസിറിയ എന്ന് പറയുന്നത് ഇത് ബാബിലോൺ, അശ്ശൂർ, ഇത് നിനവെ. ഇതാണ് ഒറിജിനൽ അസിറിയ എന്ന് പറയുന്ന സ്ഥലം. പിന്നീട് നെബൂഖദ്നേസർ രാജാവ് ഇസ്രായേൽ പിടിച്ചടക്കുകയും അത് പിന്നീട് ഈജിപ്റ്റും ഒക്കെ കവർ ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. റോമൻ ആന്റിക്രൈസ്റ്റ് വചന വെളിച്ചത്തിൽ എന്ന് ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കാണുകയാണെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് റോമൻ ആന്റിക്രൈസ്റ്റ് അല്ല അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്നല്ല എതിർ ക്രിസ്തു വരുന്നത് എന്ന് ഞാൻ അവിടെ പറയുന്നുണ്ട്. ഞാൻ വളരെ സംക്ഷിപ്തമായിട്ട് മാത്രം ഒന്ന് ചുരുക്കത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ബാബിലോൺ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളത് കണ്ടു. ഇവിടാണ്, അതായത് ഈ സ്ഥലങ്ങളിലാണ്, ഇത്രയും സ്ഥലങ്ങളിലാണ് നെബൂഖദ്നേസർ രാജാവ് ഭരിച്ചത്. നെബൂഖദ്നേസർ രാജാവിന് കാണിച്ചു കൊടുത്ത സ്വപ്നത്തിൽ വ്യാകുലപ്പെട്ട് നെബൂഖദ്നേസർ രാജാവിനോട് പറയുകയാണ്, സ്വർണം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന തല നെബൂഖദ്നേസർ രാജാവ്, അതിനുശേഷം പിന്നീട് ഓരോ സാമ്രാജ്യങ്ങളെ കാണിച്ചിട്ട് ഇരുമ്പ് കൊണ്ടുള്ള കാൽ എന്ന് പറഞ്ഞ് ആ സ്വപ്നം വിവരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇത് നെബൂഖദ്നേസർ രാജാവിന്റെ തുടർച്ചക്കാരനായിരിക്കണം എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. നെബൂഖദ്നേസർ രാജാവ് ഭരിച്ചത് ഇവിടെ ആണെങ്കിൽ നമ്മൾ പൊതുവെ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് ഇതാണ്, റോം എന്ന് പറയുന്നത്, ഇറ്റലി എന്ന് പറയുന്നത് ഇവിടാണ്. അപ്പോൾ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ഞാൻ ആ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാനിയൽസ് ടൈം ലൈൻ അല്ലെങ്കിൽ 70 ആഴ്ചവട്ടം എന്ന വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് 2ാമത്തെ പോലെയാണ്. അതായത് ടൈറ്റസ് വന്ന ആ സ്ഥലത്ത് നിന്ന് തന്നെ വരണം എന്നാണ് നമ്മൾ പൊതുവെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള വചനം. ഞാനൊന്ന് വായിക്കാം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തം ഛേദിക്കപ്പെടും, അല്ലെങ്കിൽ മശിഹ കട്ട് ഓഫ് ആകും, അവൻ ആരുമില്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ വന്ന പ്രഭു ആര്? യേശുവിന്റെ മരണശേഷം ഇന്ന് വന്ന പ്രഭു, അല്ലെങ്കിൽ അന്ന് ടൈറ്റസ് വന്ന് നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിച്ചു. അപ്പോൾ ഇനി ടൈറ്റസ് വരുന്ന ഭാഗത്തു നിന്ന് തന്നെയാണ് എതിർ ക്രിസ്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ ഇത് ടൈറ്റസിനെ കുറിച്ചല്ല. ടൈറ്റസ് അവിടെ ഒരു നിഴല് പോലെ ടൈറ്റസ് വന്നു, അത് ചെയ്തു എന്നേ ഉള്ളൂ. ഇത് ടൈറ്റസിനെ കുറിച്ചല്ല, ഇത് എതിർ ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ കാരണം എന്താണ്? അവന്റെ അവസാനം ഒരു പ്രളയത്തോടു കൂടെ ആയിരിക്കും എന്ന് പറയുന്നു. പ്രളയം എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ തന്നെ ദാനിയേൽ പ്രവചനത്തിൽ തന്നെ ഒരു സൈന്യത്തെ പ്രളയത്തോട് ഉപമിച്ചിട്ടുണ്ട്. അതേസമയം നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ടൈറ്റസ് വാർദ്ധക്യത്തിൽ നാച്ചുറൽ ഡെത്ത് ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈറ്റസ് ഈ ഭാഗത്ത് ഒരു ഷാഡോ മാത്രമാണ്. അപ്പോൾ വരുവാനിരിക്കുന്ന പ്രഭു ഒരിക്കലും ടൈറ്റസ് അല്ല, ഇത് എതിർ ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ ആ ക്ലാസ്സിൽ ഞാൻ പറയുകയുണ്ടായി. പിന്നീട് 3ാമത്തെ കാര്യം ഇതാണ്: റോം 7 മലകളാൽ ചുറ്റപ്പെട്ട പട്ടണമാണ്. അപ്പോൾ റോമൻ ആന്റിക്രൈസ്റ്റ് എന്ന് പറയാൻ വേറൊരു കാരണം ഇതാണ്. അപ്പോൾ റോമിന് ചുറ്റുമുള്ള 7 മലകളുടെ പേരുമൊക്കെ നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തുകൊണ്ട് ഇത് റോം അല്ല എന്ന് നാഷണാലിറ്റി ഓഫ് ആന്റിക്രൈസ്റ്റ് എന്ന എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നുണ്ട്. അവിടെ 7 മലയാകുന്നു എന്ന് പറയുമ്പോൾ ഇത് നോർമൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മൗണ്ടനെ അല്ല ഇവിടെ പറയുന്നത്. ഇത് സാമ്രാജ്യങ്ങളെയാണ് കാണിക്കുന്നത് എന്നിവിടെ നിന്ന് വ്യക്തമാണ്. അവ 7 രാജാക്കന്മാരുമാണ്. 5 പേർ വീണുപോയി എന്ന് പറയുമ്പോൾ ഇത്
മലകൾ വീണുപോയ കാര്യങ്ങളല്ല, സാമ്രാജ്യങ്ങൾ വീണുപോയ കാര്യമാണ് എന്നവിടെ വ്യക്തമാണ്. ഇത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവമാണ്. 5 സാമ്രാജ്യങ്ങൾ, ഇസ്രായേലിനെ ഭരിച്ച 5 സാമ്രാജ്യങ്ങൾ: ഈജിപ്റ്റ്, അസിറിയ, ബാബിലോൺ, മേദ്യരും പാഴ്സരും, ഗ്രീക്ക് സാമ്രാജ്യം. അതിനുശേഷം അവിടെ പറയുന്ന 5 പേർ വീണുപോയി, ഒരുത്തൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അന്ന് അവിടെ ഭരിച്ചിരുന്ന റോമൻ എംപയർ ആണ് അവിടെ ഭരിച്ചിരുന്നത്. 7ാമത്തെ സാമ്രാജ്യം ഇതുവരെ വന്നിട്ടില്ല, വന്നാൽ പിന്നെ അവൻ കുറഞ്ഞു എന്ന് ഇരിക്കേണ്ടതാകുന്നു. ഹി മസ്റ്റ് കണ്ടിന്യൂ എ ഷോർട്ട് ടൈം. മലയാളത്തിൽ വായിച്ചു കഴിഞ്ഞാൽ സ്വല്പം ഏറെ സമയം എന്നുള്ള രീതിയിലാണ്, പക്ഷെ ഒരു 42 മാസമാണ് എതിർക്രിസ്തു ഭരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഈ 7ാമത്തെ സാമ്രാജ്യം ഏതായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ കൊടുത്തിരിക്കുന്ന ക്ലൂ ഇതാണ്: ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ ഇല്ലാത്തതുമായ സാമ്രാജ്യമോ അല്ലെങ്കിൽ മൃഗമോ ആണ്. അവൻ തന്നെയാണ് 8ാമതായി വരുന്നത് എന്ന് വ്യക്തമായിട്ട് പറയുകയാണ്. അതിനർത്ഥം ഈ 6 സാമ്രാജ്യങ്ങൾ ഉൾപ്പെട്ട സാമ്രാജ്യം തന്നെ, പക്ഷെ ഇപ്പോൾ ഇല്ലാത്ത സാമ്രാജ്യമായിരിക്കണം. ഇപ്പോൾ ഈജിപ്റ്റ് ഉണ്ട്, ബാബിലോൺ എന്ന് പറയുന്നിടത്ത് ഇറാഖ് ഉണ്ട്, പേർഷ്യ അല്ലെങ്കിൽ ഇറാൻ ഉണ്ട്, ഗ്രീസ് എന്നൊരു രാജ്യമായിട്ടുണ്ട്, റോം ഒരു രാജ്യമായിട്ടുണ്ട്, ഇറ്റലി എന്ന് നമുക്കറിയാം. അതേസമയം അവിടെ ഇല്ലാത്ത ഒരു രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിറിയ എന്ന് പറയുന്ന രാജ്യമേ അവിടെ ഇല്ലാത്തതായിട്ടുള്ളൂ. അപ്പോൾ ഈ രാജ്യം തിരിച്ചു വരുമെന്നാണ് ബൈബിളിൽ കൺസിസ്റ്റന്റ് ആയിട്ട് അസിറിയാണ് ആന്റിക്രൈസ്റ്റിനെ കുറിച്ച് പറയുന്ന ഭാഗം. അപ്പോൾ ഇത് വളരെ ഷോർട്ടായിട്ട് ഞാനിത് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ 3 വീഡിയോകളിൽ ഞാൻ പറയുന്നുണ്ട്. ഇന്ന് ഈ അസിറിയ എന്ന് പറയുന്ന ഭാഗത്തിന്റെ ഭൂപ്രദേശവും ഇപ്പോൾ അവിടെ നടക്കുന്ന പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സും എന്താണ് എന്ന് മാത്രം പറയാൻ വേണ്ടിയാണ് ക്ലാസ് എടുക്കുന്നത്. ഇന്ന് ഈ അസിറിയ എന്ന് പറയുന്നത് കുർദിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത്. ഇത് ഒരു രാജ്യമല്ല, അപ്പോൾ തന്നെ ഇതൊരു പ്രത്യേക ഭൂപ്രകൃതിയും പ്രത്യേകതരം ആൾക്കാരുള്ള ഒരു സ്ഥലമാണിത്. നമ്മൾ പൊതുവെ വെളിപ്പാട് പുസ്തകം പഠിക്കാൻ വേണ്ടി എടുക്കുന്നത് ദാനിയേൽ പ്രവചനം മാത്രമാണ്. ഞാൻ എൻ്റെ പല ക്ലാസ്സുകളിലും പറയാറുണ്ട്, ദാനിയേൽ പ്രവചനം താക്കോലാണ്. അപ്പോൾ തന്നെ യെശയ്യാ പ്രവചനം മുതൽ മാലാഖി പ്രവചനം വരെയുള്ള പ്രവചനങ്ങളിൽ എതിർക്രിസ്തുവിനെ അശൂർ രാജാവ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. പിന്നീടാണ് ഇത് ഉപമകളിലെ പോലെ സംസാരിച്ചിരിക്കുന്നത്. അല്ലാത്ത സമയത്തെല്ലാം അന്നാളിൽ എന്ന് പറഞ്ഞിട്ട് ഈ എതിർക്രിസ്തുവിനെ കുറിച്ച് അതിന് വ്യക്തമായ പേര് വിളിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം ഞാൻ പല ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ വചനം ഇവിടെ വായിക്കുന്നില്ല. ദൈവം ഇസ്രായേലിനെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി, ഇസ്രായേലിനെ ശിക്ഷിക്കാൻ വേണ്ടി അന്നാളിൽ അശൂർ ദേശത്ത് നിന്ന് കൂലിക്ക് വാങ്ങിയ ക്ഷൗരക്കത്തി അല്ലെങ്കിൽ അശൂർ രാജാവിനെ കൊണ്ട് ഇസ്രായേലിനെ നേരെ വഴിയെ നടത്തും എന്ന് യെശയ്യാ പ്രവചനത്തിൽ പറയുന്നു. അശൂരിനെ കുറിച്ചുള്ള വേറൊരു പ്രവചനം ഇതാണ്: അശൂർ എന്ന് പറയുന്ന ദേശം പുരുഷന്റേതല്ലാത്ത വാളാൽ വീഴും, മനുഷ്യന്റേതല്ലാത്ത വാളിന് ഇരയായി തീരും, അവരുടെ യൗവനക്കാർ ഊഴിയ വേലക്കാരായി തീരും എന്ന് പറയുന്നു. ഇതെല്ലാം പഴയ നിയമത്തിലെ പ്രവചനങ്ങളാണ്. ഇതെല്ലാം ഫലിക്കാൻ ബാക്കി കിടക്കുകയാണ്. യേശു പറഞ്ഞു, എൻ്റെ നുകം നിങ്ങൾ എടുക്കാൻ പറഞ്ഞു, പക്ഷേ ഇസ്രായേൽ യേശുവിന്റെ നുകം എടുത്തില്ല. അതുകൊണ്ട് ദൈവം അവർക്ക് ഒരു ഇരുമ്പ് നുകം ഭാവിയിൽ കൊടുക്കുമെന്ന് നമുക്ക് മറ്റുള്ള പ്രവചന ഭാഗങ്ങളിൽ നിന്നറിയാം. ഈ ഇരുമ്പ് നുകം എതിർക്രിസ്തുവിന്റെ നുകമാണ്. അപ്പോൾ ആ നുകത്തെ അശൂർ എന്നാണ് വിളിച്ചിരിക്കുന്നത്. ആ നുകത്തെ ഭാവിയിൽ മശിഹ തന്നെ തകർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേ അശൂരിനെ ഉപയോഗിച്ച് ദൈവത്തിന്റെ ക്രോധം വഹിക്കുന്ന ജാതി അല്ലെങ്കിൽ രാജ്യത്തെ ദൈവം ശിക്ഷിക്കുമെന്നും അവരെ തെരുവീതിയിലെ ചെളിയെ പോലെ ചവിട്ടിക്കളയുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ദൈവം അശൂരിനെ ദൈവത്തിന്റെ കോപത്തിന്റെ വടി എന്നാണ് വിളിച്ചിരിക്കുന്നത്. അശൂർ രാജാവ് ഇസ്രായേലിൽ വരുമ്പോൾ മശിഹ അവരെ അശൂരിൽ നിന്ന് വിടുവിക്കും എന്നുള്ള പ്രവചനമുണ്ട്. അസറിയൻ എന്നാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത് മീഖാ പ്രവചനത്തിൽ. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾക്കറിയാം, എതിർക്രിസ്തുവും 10 രാജാക്കന്മാരും മശിഹായോട് പോരാടും, കുഞ്ഞാടിനോട് പോരാടും എന്ന് നമുക്കറിയാം. അതിന്റെ പഴയ നിയമത്തിലുള്ള വചനത്തിൽ നമ്മൾ വരുമ്പോൾ ഇത് പേരെടുത്ത് പറയുന്നുണ്ട്. അശൂരിനെയാണ് ദൈവം തകർക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ തകർക്കുന്നതിനെ കുറിച്ച് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ യഹോവ വിധി കൊണ്ട് അടിക്കുന്ന ഓരോ അടിയോടും കൂടെ തപ്പിന്റെയും കിന്നരത്തിന്റെയും നാദമുണ്ട്. അവൻ അവരോട് തകർത്ത പട വെട്ടും, പണ്ട് തന്നെ ദഹനസ്ഥലം ഒരുക്കിയിട്ടുണ്ട് എന്നെല്ലാം പറയുന്നു. അപ്പോൾ ഇത് ആരാണ്? അശൂരാണ് തകർക്കുന്നത്. ദൈവം നേരിട്ട് തകർക്കുന്നത് അശൂരാണ്. അപ്പോൾ ഇതെല്ലാം എതിർക്രിസ്തുവിനെ കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളാണ്. ഇനിയും അശൂരിനെ കുറിച്ച് പറയുന്നത്, ദൈവം ഇസ്രായേൽ മക്കൾക്ക് ഈ രാജ്യം നൽകുന്നതിന് മുൻപേ തന്നെ ബെലയാമിൽ കൂടെ പ്രവചനം ആയിട്ട് അശൂരിനെയാണ്, യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കുമ്പോൾ അത് അശൂരിനെയാണ് അത് താഴ്ത്തുന്നത്, അശൂരിന്റെ ഗർവത്തെ താഴ്ത്തുമെന്ന് പറഞ്ഞ് ആദ്യം മുതൽ പ്രവചനമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ എതിർക്രിസ്തു കുഴിയിൽ നിന്ന് കയറി വരുന്നവനും നാശത്തിലേക്ക് പോകുന്നവനുമാണ് എന്ന് പറയുന്നുണ്ട്. റോമാ സാമ്രാജ്യമോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനോ ഒരിക്കലും ഈ നാശത്തിലേക്ക് പോകുന്നതായിട്ട് ബൈബിൾ പറയുന്നില്ല. അപ്പോൾ തന്നെ
എതിർ ക്രിസ്തുവിന്റെ ദേശമായ അശൂർ എന്ന് പറയുന്ന ദേശം അതിന്റെ ജനത്തോടൊപ്പം പാതാളത്തിന്റെ അങ്ങേയറ്റത്തെത്തിയിരിക്കുന്നു. അതിന് കാരണം എന്താണ്? എന്തുകൊണ്ടാണ് അവർ പാതാളത്തിന്റെ അങ്ങേയറ്റത്തെത്തിയിരിക്കുന്നത്? അവരെ ജീവനുള്ളവരുടെ ദേശത്ത് ഭീതി വിതച്ചു എന്നുള്ള കുറ്റം കൊണ്ട് അവരെ പാതാളത്തിന്റെ അങ്ങേയറ്റത്തേക്ക് ദൈവം അയക്കുന്നു എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. എസെക്കിയേൽ പ്രവചനം 32-ാമത്തെ അധ്യായം. അവിടെ നമുക്ക് അശൂരിനെ കാണാം. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധമില്ല എന്ന് പറയാൻ ഞാൻ വേറൊരു കാരണം ഞാനിതാണ് കാണുന്നത്. യഹോവ മടങ്ങി വരുമ്പോൾ അവൻ യുദ്ധം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ യുദ്ധമെല്ലാം നടക്കുന്നത് അബ്രഹാമിന് കൊടുത്തിട്ടുള്ള സ്ഥലത്താണ്. ഈജിപ്തിന്റെ നൈൽ നദി മുതൽ യൂഫ്രട്ടീസ് നദി മുതൽ അതിന്റെ ഇടയ്ക്കുള്ള സ്ഥലത്താണ് യഹോവ നദി മുതൽ മിസ്രൈം തോട് വരെ കറ്റമെതിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് യൂറോപ്പിലോ അല്ലെങ്കിൽ വേറെ ഒരു രാജ്യത്തും പോയി യഹോവ യുദ്ധം ചെയ്യുന്നതായിട്ട് പറയുന്നില്ല. നമുക്കറിയാം, ഏദോമിൽ നിന്ന് കയറി വരുന്നവനെ കുറിച്ചും അവന്റെ വസ്ത്രം ചുമന്നിരിക്കുന്നു, ഇതെല്ലാം സൗദി അല്ലെങ്കിൽ ജോർദാൻ ഇതുപോലുള്ള സ്ഥലങ്ങളെ കുറിച്ച് മാത്രമാണ് ബൈബിൾ പ്രതിപാദിച്ചിട്ടുള്ളത്. സാത്താന്റെ സിംഹാസനമുള്ള സ്ഥലം എന്ന് പ്രത്യേകം ഈ വടക്കേ ദേശത്തെ സ്ഥലത്തെ പറയുന്നുണ്ട്. 7 സഭകളുടെ ദൂത് പറയുമ്പോൾ ഇത് ടർക്കിയിലുള്ള സ്ഥലങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബൈബിളില് യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് സാത്താന്റെ സിംഹാസനമുള്ളിടം എന്ന് പറഞ്ഞിട്ടുണ്ട് ടർക്കിയെ. ടർക്കി എന്ന് പറയുന്നത് ഇതാണ് ടർക്കി. ഈ അസറിയ എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഭാഗമാണ് അസറിയ എന്ന് പറയുന്നത്. അപ്പോൾ വേറെയും പല കണക്ട് ഉണ്ട്, അത് ഞാൻ ഭാഷയിപ്പിക്കും. ഇനിയും ഈ ടർക്കിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 19-ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗത്തോടെ ഈ മുസ്തഫ കമാൽ, നമുക്ക് മഹാത്മാഗാന്ധിയെ പോലെ അവരുടെ വ്യക്തിത്വമാണ് ഈ മുസ്തഫ കമാൽ അറ്റാറ്റുർക്ക് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഈ ടർക്കിയെ കംപ്ലീറ്റ് ഇസ്ലാമിൽ നിന്ന് വിടുവിച്ച് അത് യൂറോപ്പ് പോലെ ഒരു രാജ്യമാക്കിയിരുന്നതാണ് ടർക്കി. പക്ഷെ ഇപ്പോൾ എർദഗോൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു ഡിക്റ്റേറ്ററെ പോലാണ് അദ്ദേഹം രാജ്യം ഭരിക്കുന്നത്. അദ്ദേഹം ഇതിനെ കംപ്ലീറ്റ് തിരിച്ച് ഇസ്ലാമൈസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇതിനോടൊപ്പം ചിന്തിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഞാൻ ഒരു 5 വർഷങ്ങൾക്ക് മുൻപ് ഇട്ടൊരു വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ കാണണം. ഇസ്ലാമിന്റെ വിശ്വാസം ഇമാം മഹദി എന്ന് പറയുന്ന ഒരു മഷിഹായ്ക്ക് വേണ്ടി ഇവർ കാത്തിരിക്കുകയാണ്. ഈ ഇമാം മഹദിയുടെ പ്രത്യേകത, ഇമാം മഹദി ഒരിക്കൽ ഉണ്ടായിരുന്നവനും ഇപ്പോൾ ഇല്ലാത്തവനും ഒരു കിടങ്ങിൽ വെച്ച് ലോകം ഭരിക്കുകയാണ് എന്നാണ് ഇറാനിലെ ഷിയ വിശ്വാസികൾ ഇവർ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇമാം മഹദിയെ കുറിച്ച് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇമാം മഹദിയെ കുറിച്ച് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അപ്പോൾ ഈ ടർക്കി മുതൽ ഇറാൻ വരെയുള്ള ഈ രാജ്യമാണ് എതിർ ക്രിസ്തുവിന്റെ രാജ്യമാകാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൂടാതെ നാഹും പ്രവചനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, നിനവയെ കുറിച്ചുള്ള പ്രവചനം. ഈ ചെറിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിനകത്ത് നിനവ എന്ന് പറയുന്ന പട്ടണത്തെ കുറിച്ച് മാത്രമുള്ള പ്രവചനമാണ്. ഇവിടെ പറയുകയാണ്, നിനവയെ കുറിച്ചുള്ള പ്രവചനം. എൽക്കോശനായ നാഹുമിന്റെ ദർശന പുസ്തകമാണിത്. യഹോവയ്ക്ക് വിരോധമായി ദോഷം നിരൂപിക്കുകയും നിസാരത്വം ആലോചിക്കുകയും ചെയ്യുന്നവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ നിനവ എന്ന് പറയുന്നത് ഇന്നത്തെ മോഡേൺ ഡേ മോസൂൾ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് ടർക്കിയുടെ ബോർഡറിൽ ഇറാഖിലാണ്, ഇന്നത്തെ മോഡേൺ ഡേ ഇറാഖിലാണ്. ഇത് ഞാൻ ആദ്യമേ കാണിച്ചു. ഈ ഭാഗങ്ങളെല്ലാം പഴയകാല അസറിയ എന്ന് പറയുന്ന സ്ഥലങ്ങളാണ്. ഇനി അസറിയ എന്തുകൊണ്ട് തിരിച്ചു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇതാണ് അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള വചനം. കർത്താവിനോട് നിന്റെ വരവിന് ലോകാന്ത്യത്തിന് അവനം എന്തെന്ന് ചോദിച്ചപ്പോൾ മത്തായി സുവിശേഷം 24 നമ്മൾ വായിക്കുന്നുണ്ട്, അത്തിയെ നോക്കി നീ ഒരു ഉപമ പഠിക്കാൻ വേണ്ടി പറഞ്ഞു. അതേസമയം ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായത്തില് അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ അത്തി എന്ന് പറയുന്ന ഇസ്രായേൽ ആണ് എന്ന മറ്റുള്ള ക്ലാസ്സുകൾ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടാതെ ഈ സകല വൃക്ഷങ്ങൾ എന്ന് പറയുന്നതും അത് ബൈബിളിൽ നിന്ന് തന്നെയുള്ള കാര്യമാണ്. അപ്പോൾ എസെക്കിയേൽ പ്രവചനം 31-ാം അധ്യായത്തില് സകല വൃക്ഷം എന്ന് പറഞ്ഞ് അശൂരിനെയാണ് സകല വൃക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്രായേലിനോടൊപ്പം മറ്റ് ജോർദാൻ, സൗദി അറേബ്യ, അതുപോലെ കുറെ രാജ്യങ്ങൾ ആ സമയത്ത് വന്നെങ്കിൽ ഇനിയും ഈ സകല വൃക്ഷം എന്ന് പറയുന്ന അശൂർ എന്ന് പറയുന്ന രാജ്യവും തിരികെ വരുമെന്നാണ് ഞാൻ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇതാണ്. ബൈബിൾ റോമൻ ആന്റിക്രൈസ്റ്റ് എന്ന് പറയുന്ന തിയോളജിക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് 3 കാര്യങ്ങളേ ഉള്ളൂ. അതേസമയത്ത് അനേക സ്ഥലത്ത് ഈ അസിറിയൻ ആന്റിക്രൈസ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് കാണാം. ഇത് മടങ്ങി വരും എന്നും ഉറപ്പാണ്. അതുകൊണ്ട് ഇനി തിരിച്ച് ഈ അസറിയ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ ഏത് ഭാഷയാണ്, ഏത് ജാതിയാണ്, ഇവിടുത്തെ സംസ്കാരം എന്താണ് എന്ന് ചുരുക്കത്തിലൊന്ന് പറഞ്ഞു പോകാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. ഇതിനെ ഇന്ന് പൊതുവെ അറിയപ്പെടുന്നത് കുർദിസ്ഥാൻ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതിപ്പോൾ തൽക്കാലം ഒരു രാജ്യമല്ല. അറബുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ BBC സർവേ അനുസരിച്ച് ഇത് 4ാം
ഇവര് ഒരു പ്രത്യേക ഭാഷ പറയുന്ന ജനമാണ്. കുർദിസ്ഥാനിലെ കുർദിഷ് എന്ന് പറയുന്ന ഭാഷയാണ് ഇവർ പറയുന്നത്. ഏകദേശം 35 മില്യൺ പോപ്പുലേഷൻ ഈ സ്ഥലത്തുണ്ട്. ഇതിന്റെ പല മാപ്പുകൾ നിങ്ങൾക്ക് കാണാം. സിറിയ, ഇറാഖ്, ഇറാന്, അതുപോലെ തന്നെ ഭൂരിഭാഗം ടർക്കിയിലാണ് ഈ ജനങ്ങൾ താമസിക്കുന്നത്. ഓക്കെ, അറബികൾ എന്ന് പറയുന്ന ഈ ജനം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പേർഷ്യൻസ് ആണ്, പിന്നെ തുർക്കികളാണ്. നാലാമത് ഏകദേശം 10% അറബ് പോപ്പുലേഷന്റെ 10% ഈ കുർദിഷ് ആൾക്കാരാണ്. വളരെ നാളുകളായിട്ട് ഇതിന് രാജ്യമായിട്ട് ഫോം ചെയ്യാൻ വേണ്ടി നീക്കം നടക്കുന്നുണ്ട്. പക്ഷെ ഈ രാജ്യം പല ഭാഗങ്ങളിലായിട്ട് ചിതറിപ്പോയിരിക്കുന്നത് കൊണ്ട് അവരിവരെ ഒരു കാലത്തും ഈ സ്ഥലം വിട്ടുകൊടുക്കുകയില്ല. തുർക്കി, സിറിയ, ഇറാഖ്, ഇറാന്, അതുപോലെ തന്നെ അർമേനിയയുടെ ചില ഭാഗങ്ങൾ, ഇത്രയും ഭാഗങ്ങളിലാണ് ഈ കുർദുകൾ താമസിക്കുന്നത്. പല മാപ്പുകളാണ് ഞാനത് കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഈ സൈക്സ് പീക്കോ എഗ്രിമെന്റ് ഉണ്ടായ സമയത്ത് അന്ന് ഇതൊക്കെ ഓട്ടോമൻ തുർക്കിയുടെ ഭാഗങ്ങളായിരുന്നു. നമുക്കറിയാം സൈക്സ് പീക്കോ എഗ്രിമെന്റ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും പ്രതിനിധികളായിരുന്നു സൈക്സ് ആൻഡ് പീക്കോ. ഇതെല്ലാം ബ്രിട്ടീഷ്, ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും ഒക്കെ കോളനികളായിരുന്നു. അപ്പോൾ ഈ 2ാം ലോക മഹായുദ്ധത്തിന്റെ കാലത്ത് ഇവര് യുദ്ധത്തിന് ശേഷം ഇതിനെ എങ്ങനെ വിഭാഗിക്കണം എന്ന് ഇവർ തീരുമാനിച്ചപ്പോൾ അതനുസരിച്ച് അവരുടെ ബുദ്ധിയിൽ തോന്നിയ രീതിയിലാണ് ഈ ഭാഗങ്ങളെ ഇവര് വിഭാഗിച്ചിരിക്കുന്നത്. അവിടുത്തെ ജനതയുടെ ഭാഷയോ അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തോ വെച്ചല്ല ഇതിനെ വിഭാഗിച്ചിരിക്കുന്നത്. ഇവരുടെ ഇൻട്രസ്റ്റ്, ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഇൻട്രസ്റ്റ് വെച്ചാണ് ഇവരെ വിഭാഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുർദുകൾക്കൊരു രാജ്യമില്ലാതെ പോയി. ഇവിടെ സുന്നികളുമുണ്ട്, ഷിയാകളുമുണ്ട്. പക്ഷെ ഇവരെ തന്നെ അറബികൾ എന്ന് ഇവർ വിളിക്കുന്നില്ല. ഇവർക്കൊരു രാജ്യത്തിന് വേണ്ടി ശക്തമായിട്ട് വാദിക്കുന്ന ഒരു വക്താവാണ് ഇത്. ബയാൻ സാമി റഹ്മാൻ എന്നാണ് ഈ വ്യക്തിയുടെ പേര്. ഇദ്ദേഹത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണാം. അദ്ദേഹം ഇവിടെ പറയുന്നത് ഇവിടെ നിന്നാണ് കിഴക്കിന്റെ വിദ്വാൻമാർ വന്നതെന്നാണ് അവർ പറയുന്നത്. ഇവരുടെ ഈ രാജ്യത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്നത് ബൈബിളിലെ മേദ്യര് എന്ന് വിളിച്ചിരുന്ന ജനങ്ങൾ, നമുക്കറിയാം മേദ്യരും ഉണ്ട്, പാഴ്സ്യരും ഉണ്ട്. അപ്പം ഇവർ തമ്മിൽ റിലേഷനിലായിരുന്നു. മേദ്യ പാഴ്സ്യ രാജാക്കന്മാർ റിലേഷനിലായിരുന്നു. അപ്പം മീദുകൾ എന്ന് പറയുന്ന ജനമാണെന്നാണ് ഈ വ്യക്തി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവർ പറയുന്നത് യേശുവിന്റെ ജനനസമയത്ത് കിഴക്ക് നിന്ന് വിദ്വാൻമാർ വന്നത് ഇവിടെ നിന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ കിഴക്ക് നിന്ന് പറയാൻ കാരണം എന്താണ്? ഈ അന്നത്തെ അസിറിയ എന്ന് പറയുന്നത് പേർഷ്യൻ ഗൾഫ് വരെ വരുന്നതായിരുന്നു. അപ്പൊ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ജെറുസലേമിന്റെ കിഴക്കാണ്. പക്ഷെ അവർ ഒരുപക്ഷെ വരുന്നത് എപ്പോഴും എല്ലാവരും ഇത് മരുഭൂമി ആയതുകൊണ്ട് വരുന്നത് ഇവിടെ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇത് തന്നെ ആയിരിക്കും എന്ന് ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ കേന്ദ്രമാക്കി ഒരു സൈന്യം വരുമെന്ന് ഞാൻ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇതും അതുമായിട്ട് റിലേറ്റഡ് ആവാം എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. പിന്നെ ഇവിടുത്തെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന കുറച്ച് സ്ഥലങ്ങൾ പറയാം. സിഞ്ചാർ എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം. ഇവിടെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് അനേകരെ അടിമകളായിട്ട് യസീഡികളെ അടിമയാക്കി കൊണ്ടുപോയ സ്ഥലമാണ്. യസീഡികൾ എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിംസ് അല്ല. അപ്പൊ അവർ കാഫിറുകളായതുകൊണ്ട് അവരെ അടിമയാക്കി കൊണ്ടുപോകാനൊക്കെ ഈ സ്ഥലത്ത് നിന്നാണ് അവരെ പിടിച്ചത്. അപ്പോൾ ആ സിഞ്ചാർ എന്ന് പറയുന്ന പ്രവിശ്യ ഇവിടെ ഫേമസ് ആണ്. ഇറാഖിന്റെ ഭാഗമായ കുർദുകളുടെ ഒരു സ്ഥലമാണ് ഹലാബ്ജ എന്ന് പറയുന്ന സ്ഥലം. ഈ ഹലാബ്ജ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ട്. ഈ ഹലാബ്ജയിലാണ് സദാം ഹുസൈൻ കെമിക്കൽ വാർഫെയർ നടത്തി 5000 പേരോളം അവര് ഈ ശ്വാസം മുട്ടി മരിച്ചു പോയതും ഒക്കെ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടായിരിക്കും. അവരുടെ ശവകുടീരങ്ങളാണിത്. ഇതൊരു ഐക്കോണിക് ഫോട്ടോ ആയിരുന്നു. ഇത് അവരുടെ ശില്പം ഇന്നും അവിടെ ഉണ്ട്. അതായത് ഒരു വല്യപ്പൻ അതിന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി അതുമായിട്ട് കെട്ടിപ്പിടിച്ച് കിടന്ന് മരിച്ചുപോയ ഇതാണ് അതിന്റെ ഒറിജിനൽ ഫോട്ടോ. ഇതൊക്കെ ഐക്കോണിക് ആയിട്ട് ഇതെല്ലാം ഈ സ്ഥലങ്ങളിലാണ്. അതുപോലെ തന്നെ ഈ ജനമാണ് സദാം ഹുസൈനെ ആ പ്രതികാരം തീർത്ത് സദാം ഹുസൈനെ പിടിച്ചതിലും ഈ കുർദുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു കുർദായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. പക്ഷെ ഇറാഖിലെ കുർദുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓട്ടോണോമസ് ആയിട്ടുള്ള ഒരു ഭരണമുണ്ട്. അവര് ഓൾമോസ്റ്റ് ഇറാഖിൽ നിന്ന് സ്വാതന്ത്ര്യം ഓൾമോസ്റ്റ് പ്രാപിച്ചു കഴിഞ്ഞു എന്നാണ് എൻ്റെ അറിവ്. അവർക്ക് സ്വന്തമായിട്ട് ഒരു ഭരണ സംവിധാനമുണ്ട്, പട്ടാളമുണ്ട്. പിന്നെ ഇവരെ പറഞ്ഞാൽ ഏറ്റവും നല്ലതായിട്ട് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടെ പറയാം. ഇസ്ലാമിക് സ്റ്റേറ്റിനെ ശക്തമായി പ്രതിരോധിച്ച സ്ത്രീകൾ ഇവിടെ നിന്നാണ്. ഇവരെ പേഷ്മർഗ എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്.
ഇറാഖിന്റെ ഭാഗത്തുള്ള ഈ കുർദുകൾ ഓൾമോസ്റ്റ് അവരെ ഇൻഡിപെൻഡൻസ് അവര് കിട്ടിക്കഴിഞ്ഞു. ഇതാണ് അവരുടെ ദേശീയ വസ്ത്രം എന്ന് പറയാം. അവർക്ക് സ്വന്തമായിട്ട് ലിപിയുണ്ട്, ഭാഷയുണ്ട്. ഇതാണ് അവരുടെ ഇറാഖിന്റെ കുർദുകളുടെ ഇറാഖ് ഭരിക്കുന്ന തലവൻ ഇതാണ്. അവർക്ക് അവരുടെ സ്വന്തമായിട്ട് പാർലമെന്റും ഒക്കെ ഉണ്ട്. അതേസമയം തുർക്കിയിൽ ഇവര് ഇപ്പോഴും വളരെ കഷ്ടതയിലാണ്. നമുക്കറിയാം, ഈ അടുത്തിടയ്ക്കിലും തുർക്കി ഇവരെ അറ്റാക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടു. റൊജാവ എന്ന് പറയുന്ന ഭാഗത്ത് തുർക്കി ഒരു 30 കിലോമീറ്റർ സിറിയയിലോട്ട് ഇവരെ പുഷ് ചെയ്തതായിട്ട് നമ്മൾ ഈ അടുത്തിടയ്ക്ക് 2 മാസം മുൻപ് തുർക്കി ഇവരെ ശക്തമായി ആക്രമിച്ചതായിട്ട് നമ്മൾ കണ്ടു. തുർക്കിയിൽ ഇവരുടെ ലീഡറിന്റെ പേരാണിത്. ഇതാണ് ഇവരുടെ ലീഡർ. തുർക്കിയിൽ ഇദ്ദേഹത്തിനൊരു കുർദുകളുടെ ഒരു പാർട്ടി ഉണ്ട്. പക്ഷെ അവര് ടെററിസ്റ്റുകളായിട്ടാണ് അവരെ കണക്കാക്കുന്നത്. സിറിയയിൽ ഇവര് വളരെ ശക്തമായിട്ട് ഇവരുണ്ട്. ഇപ്പൊ സിറിയയെ സംബന്ധിച്ചിടത്തോളം വളരെ ശിഥിലമായി കിടക്കുന്ന ഒരു ഇതാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇവര് ഒരു രാജ്യമായിട്ട് ഇവര് തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2017 ഇവർക്ക് ഇറാഖിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇവരൊരു റെഫറാൻഡം നടത്തിയായിരുന്നു. എല്ലാ രാജ്യങ്ങളും അതിനെ എതിർത്തു. അപ്പോൾ എതിർക്കാതെ അവരോട് സഹകരിച്ച ഒരു രാജ്യം എന്ന് പറയുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇത് ഇസ്രായേലാണ്. ഇസ്രായേൽ വളരെ ശക്തമായിട്ട് ഈ കുർദിസ്ഥാന് വേണ്ടി അവരെ ബാധിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, യഹൂദന് വരുന്ന കഷ്ടതകളിലൊക്കെ യേശു ഒരു ഫോർഷാഡോ പോലെ, അല്ലെങ്കിൽ ഒരു നിഴല് പോലെ യഹൂദന്റെ കഷ്ടതയിൽ യേശു കഷ്ടപ്പെട്ടു എന്ന് നമുക്കറിയാം. യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ വളരെ ഉറ്റ സുഹൃത്തായിരുന്നു യൂദാസ് എന്നാണ് പഴയ നിയമ പ്രവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു സുഹൃത്ത് ഒറ്റിക്കൊടുക്കുന്നതായിട്ടാണ് പറയുന്നത്. ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് ഇത് ഇസ്രായേലിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇസ്രായേലാണ് ഇന്ന് ഇവർക്ക് വേണ്ടി വളരെ ശക്തമായിട്ട് ഇതൊരു രാജ്യമായിട്ട് വരണമെന്ന് അവരാഗ്രഹിക്കുന്നത്. ഈ രാജ്യത്തെ എല്ലാ ആൾക്കാരും ഉണ്ട്. ഇവിടെ മുസ്ലിംസും ഉണ്ട്, നല്ല ശതമാനം ക്രിസ്ത്യൻസും ഉണ്ട്, അതുപോലെ ഞാൻ പറഞ്ഞ യസീഡികളുണ്ട്. ഒരുമാതിരിപ്പെട്ട ഇതൊരു ടിപ്പിക്കൽ ഒരു ഇസ്ലാമിക് രാജ്യം പോലല്ല. ഇവിടുത്തെ സ്ത്രീകൾക്ക് വളരെ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു രാജ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്ന ഇവര് ഒരു ജനാധിപത്യ രാജ്യമായിട്ട് ഇവിടെ വരണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ ചുറ്റുമുള്ള തുർക്കി, അല്ലെങ്കിൽ ഇവർ ഏതൊക്കെ രാജ്യത്ത് ലയിച്ചു പോയിരിക്കുന്ന തുർക്കി, സിറിയ, ഇറാഖ്, ഇറാൻ ഇവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിന് വളരെ ശക്തമായിട്ട് ഇവരോട് എതിർക്കുമ്പോൾ തന്നെ ഇസ്രായേലാണ് ഇവർക്ക് വേണ്ടി വാദിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ സമീപ ഭാവിയിൽ തന്നെ ഇവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ ഒരുപക്ഷെ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇതിനു മുമ്പേ ഞാനിട്ട വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ 7 വർഷത്തെ ഒരു സമാധാന ഉടമ്പടി സ്ഥാപിക്കുമെന്നും ആ സമാധാന ഉടമ്പടി അതൊരു ബ്രദർലി കവനന്റ് ആണ്, അല്ലെങ്കിൽ സഹോദരന്മാർ ചെയ്യുന്ന ഒരു സഖ്യതയാണ് എന്ന് ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ സഖ്യതയാണ് ഇവർ ഭേദിക്കുന്ന. സമാധാനം എന്നും സന്തോഷമെന്നും പറഞ്ഞിരിക്കുന്ന ഇസ്രായേലിനെ ഓർക്കാപ്പുറത്ത് ഇവർ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞ യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരുപക്ഷെ യഹൂദന്റെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇവരുടെ ഇസ്രായേലിന്റെ കൂടെ സഹായത്തോടു കൂടി ആയിരിക്കും ഒരുപക്ഷെ ഇത് ഭാവിയിൽ ഒരു രാജ്യമായിട്ട് വരുന്നത്. അമേരിക്കയ്ക്ക് അരമനസ്സാണ് ഇവരൊരു രാജ്യമാകണം എന്ന അരമനസ്സാണ്. അപ്പോൾ തന്നെ ടർക്കി അവരുടെ ഒരു വലിയ സഖ്യകക്ഷി ആയതുകൊണ്ട് അമേരിക്ക അത് സമ്മതിക്കത്തില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഇറാഖിൽ നിന്ന് ഇവർ മോചനം ലഭിച്ചു. ഇനിയും ഒരുപക്ഷെ സിറിയ ഇപ്പം ശിഥിലമായതുകൊണ്ട് സിറിയയിൽ ഇവരൊരു ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു ഭരണം അധികം താമസിയാതെ ആക്കാം. ഇനി സമീപഭാവി രാഷ്ട്രീയം മറിയുന്ന അനുസരിച്ച് ഏതെങ്കിലും രാജ്യമൊക്കെ വീക്കാകുമ്പോൾ ഇവരവിടെ ഒരു രാജ്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ ഏറെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സ്ഥലങ്ങളെക്കുറിച്ച് ഒരു വളരെ ഷോർട്ടായിട്ടുള്ളൊരു വിവരണം ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുക. അത്തി 1948 തളിർത്തെങ്കിൽ സകല വൃക്ഷം, അല്ലെങ്കിൽ അശൂർ എന്ന് പറയുന്ന രാജ്യവും അധികം താമസിയാതെ തിരിച്ചു വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ഒരു പ്രവചനമായിട്ട് ഈ യൂട്യൂബിൽ കിടക്കട്ടെ. ഇതെന്തെങ്കിലും ഈ പ്രവചനം നിങ്ങൾ കാണുകയാണെങ്കിൽ കർത്താവിന്റെ വരവിന് മുൻപേ ഒരുപക്ഷെ ഇത് സംഭവിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇത് സംഭവിച്ചാലേ കർത്താവ് വരാവൂ എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഒരുപക്ഷെ ഇത് നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ പ്രവചനങ്ങളൊക്കെ ഫലിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നുവെന്ന് ഓർക്കാൻ നമ്മളെ ദൈവവചനം പഠിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.